ഹായ് ഗായ്സ്, എനിക്ക് 45,000 രൂപയോളം കിട്ടിയൊരു സർവീസായിട്ടാണ് ഈ ടൈം ബക്സ് എന്നുള്ളത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് സൈനപ്പ് ചെയ്യാം. അതിലൊരു സർവേ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ ഏജ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30 എബോവ് കൊടുക്കാം. പിന്നെ നമ്മുടെ പോസ്റ്റൽ കോഡ് നിർബന്ധമായിട്ടും 110001 കൊടുക്കണം. നമ്മൾ ഡൽഹി ബേസ്ഡാണ് സർവേ ചെയ്യുന്നതെന്ന് പറയണം. പിന്നെ നമ്മുടെ ആനുവൽ ഇൻകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1,50,000 ഒക്കെ കൊടുക്കാം. നമ്മൾ ടോളസ്റ്റ് ട്രീയിൽ ക്ലൈംബ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലയെന്ന് കൊടുക്കണം. 12 മന്ത്സിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൽ പേ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5 to 10 ടൈം, സോഷ്യൽ മീഡിയ ഒരു 12 ടൈം, ഡ്രൈവർ കാറ് 12 or more ടൈമൊക്കെ കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ജെൻഡർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫീമെയിലോ മെയിലോ എന്താ കൊടുക്കാം. ഏജ് ഒരു 30 എബോവ് കൊടുക്കണം നല്ലത്. പിന്നെ നിങ്ങളുടെ ഗ്രാജുവേഷന്, പോസ്റ്റ് ഗ്രാജുവേഷൻ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡൽഹിയാണ് നിങ്ങളുടെ റീജിയൻ കൊടുക്കേണ്ടത്. ഡൽഹിത്തെ പിൻകോഡ് 110001 നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കണം. അതുപോലെ നിങ്ങൾ ഏതാണ് പാർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJP അങ്ങനെ ഏതെങ്കിലും കൊടുത്തോളി. അതുപോലെ ചിൽഡ്രൻ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കണം. അണ്ടർ 18 അത് നിങ്ങളുടെ ചിൽഡ്രൻക്ക് ഒരു 14 years ഓൾഡ് ആക്കിയിട്ട് കൊടുക്കണം. അതുപോലെ നിങ്ങൾക്ക് ജോബിന് പ്രൈവറ്റ് സെക്ടറാണ് കൊടുക്കേണ്ടത്, ഫുൾ ടൈം ജോബാണ് കൊടുക്കേണ്ടത്, എംപ്ലോയിഡ് ഫുൾ ടൈം കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ആനുവൽ ഇൻകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1,50,000 കൊടുക്കുക. അല്ല, ആനുവൽ അല്ല, മന്ത്ലി ഇൻകം കേട്ടോ. 1,50,000 കൊടുക്കേണ്ടത്. ആനുവൽ ഇൻകമാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 20 lakh ആൻഡ് എബോവ് കൊടുക്കുക. കുറേ ആൾക്കാർക്ക് സർവേ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്താ സർവേ, എങ്ങനെ സർവേ വരുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ അതാണ് നിങ്ങൾക്ക് ഒരു സർവേ ചെയ്യുന്ന ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ അയക്കുന്നത് കേട്ടോ. അതുപോലെ സർവീസ് കുറേ ഡിസ്ക്വാളിഫൈ ആവും, അതെല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്കും ഡിസ്ക്വാളിഫൈ ആവും, എനിക്കും ഡിസ്ക്വാളിഫൈ ആവും. അതൊന്നും വലിയ കാര്യമാക്കണ്ട, നിങ്ങൾ ചെയ്തുകൊണ്ട് നിന്നാൽ മതി. ക്വാളിറ്റി സ്കോർ കുറവായതുകൊണ്ടാണ്. സ്കിൻ കെയർ, പിന്നെ മറ്റേ പല ടൈപ്പ് ബ്രാൻഡുകൾ, എല്ലാത്തിനെ പറ്റിയിട്ടും സർവീസ് ഇങ്ങനെ വരും. നിങ്ങൾക്ക് എല്ലാത്തിനെ പറ്റിയിട്ടും ധാരണ ഉണ്ടെന്ന് കൊടുക്കണം. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഗൂഗിൾ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് അറിയുന്ന തന്നെ കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ, മ്യൂച്വൽ ഫണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്, 30 lakh ആൻഡ് എബോവ് ഉണ്ട് എന്നൊക്കെ കൊടുത്തോണ്ടി കേട്ടോ. ഇവർക്ക് നമ്മുടെ അസറ്റ് എങ്ങനെയുണ്ട്, നമ്മൾ ഹൈ ലെവലാണോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കുറേ ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് വരും. ഇതുപോലെ നോക്കൂ, 10 മാർബിൾസിൽ 1 ലോസ് ആയി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും. അപ്പോൾ 9 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊടുക്കട്ടോ. പിന്നെ നിങ്ങൾ സ്പോട്ടിഫൈ ഉപയോഗിക്കുന്നുണ്ടോ വെച്ചാൽ യെസ്, സെവറൽ ടൈംസ്. പിന്നെ കുറേയൊക്കെ നമുക്കറിയാത്തൊക്കെ ഐ ഡു നോട്ട് ഹാവ് അക്കൗണ്ട് എന്ന് കൊടുക്കുക. ഒരു 3-4 എണ്ണം നമ്മൾ ഉണ്ടെന്ന് കൊടുക്കണം. ഞാൻ ഏകദേശം ഇതൊക്കെ കൊടുത്തിട്ട് ഹിന്ദു പേപ്പർ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സെവറൽ ടൈം കൊടുക്കുന്നുണ്ട്. അതുപോലെ ട്വിറ്റർ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെവറൽ ടൈം കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കൊടുത്തത് ആമസോൺ പ്രൈം സെവറൽ ടൈം. ബാക്കിയൊക്കെ ഞാൻ ഐ ഡു നോട്ട് ഹാവ് എൻ അക്കൗണ്ട് എന്നാണ് കൊടുത്തത്. എല്ലാം കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ആക്കും. അപ്പം കുറച്ചൊക്കെ ഒന്ന് നമ്മൾ യെസ് കൊടുക്കുക, ബാക്കിയുള്ളതൊക്കെ മറ്റേ ഐ ഡു നോട്ട് ഹാവ് കൊടുക്കുക കേട്ടോ. നമ്മൾ കറക്റ്റ് വായിച്ചിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതൊക്കെ ചെക്ക് ചെയ്യണത്. അതുപോലെ നമ്മൾ ഹെൽത്ത് കെയർ ന്യൂസ് ഫോളോ ചെയ്യേണ്ടത് വെച്ചാൽ വെരി ക്ലോസ്ലി, സം ക്ലോസ്ലി, വെരി ക്ലോസ്ലി ഒക്കെ ആക്കിയിട്ട് ജസ്റ്റ് കൊടുക്കാം. അതുപോലെ നിങ്ങൾ ട്വിറ്റർ, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ സൈറ്റ് ഉപയോഗിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ സെവറൽ ടൈംസ് സൈഡായി കൊടുക്കാം. അതുപോലെ പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ വരുന്നത് ഫോളോയിങ് ഏതൊക്കെ ടൈപ്പിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഐ ആക്റ്റീവ്ലി സീക്ക് ഔട്ട് കൊടുക്കാം. പിന്നെ എത്ര പ്രിൻറ്റഡ് ന്യൂസ് പേപ്പേഴ്സ് നിങ്ങൾ റീഡ് ചെയ്യേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ 3 അങ്ങനെ എന്തെങ്കിലും കൊടുത്തോളൂ. പിന്നെ ഇവർ ചോദിക്കുന്നത് നിങ്ങളുടെ കൺട്രി ഫേസ് ചെയ്യുന്ന ലാർജസ്റ്റ് ഇഷ്യൂ ആണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഉണ്ടാവും, അതിനൊന്നിട്ടിട്ട് ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി, മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ കൊടുത്തത് വാസ് ആൻഡ് കോൺഫ്ലിക്ട്സ് ആർ ദി മെയിൻ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് അറിയാവുന്നത് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുക കേട്ടോ. ഒന്നും അറിയില്ല എന്ന് കൊടുക്കരുത് കേട്ടോ, ഒക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ആൻസേഴ്സ് കൊടുക്കുക. പിന്നെ ഫേവറേറ്റ് പേഴ്സണൽ കെയർ പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തോളൂ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇതിൽ കുറേ ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് വരും.
എല്ലാ സർവേൻ്റെ ഇടയിലും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തു പോകുന്നതിൻ്റെ ഇടയ്ക്ക് കൺട്രോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് അത് സെലക്ട് ചെയ്യുക, സ്ട്രോങ്ലി എഗ്രി സെലക്ട് ചെയ്യുക, സ്ലൈറ്റ്ലി എഗ്രി സെലക്ട് ചെയ്യുക, പിന്നെ നോ എന്ന് സെലക്ട് ചെയ്യുക, നെവർ എന്ന് സെലക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരും. ഇടയ്ക്ക് എവിടെയെങ്കിലാണ് വരാം. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഫുള്ള് വായിക്കാതെ റീഡ് ചെയ്യാതെ നിങ്ങൾ പോയത്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഈ കമ്പനീസിൻ്റെയൊക്കെ നിങ്ങൾക്ക് അറിയുമെന്നാണ്. അപ്പം ഏകദേശം ഒരു 3-4 കമ്പനികൾ ഞാൻ ഇപ്പോൾ കൊടുത്തത് കോൾഗേറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ സിപ്ല കൊടുത്തിട്ടുണ്ട്, ലോറിയൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഹൊനാസ കൺസ്യൂമർ ലിമിറ്റഡും ഹിന്ദുസ്ഥാൻ യൂണിലിവറും ഹിമാലയും കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ നെവർ ഹിയർഡ് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. എല്ലാം കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ വേഗം ഔട്ടാക്കിക്കളയും. കുറേ സർവീസ് നമ്മളത് വേഗം ഡിസ്ക്വാളിഫൈ ആവട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫേവറബിൾ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പം കുറേയൊക്കെ വെരി ഫേവറബിൾ കൊടുക്കുക, കുറച്ചൊക്കെ സംവാട്ട് ഫേവറബിൾ കൊടുക്കുക, അങ്ങനെയൊക്കെ ആക്കിയിട്ട് കൊടുക്കുക. ഒക്കെ അതുപോലെ കൊടുക്കാതിരിക്കാൻ നോക്കുക. അതുപോലെ യെസ് പോസിറ്റീവായിട്ട് കൊടുക്കുക, യെസ് ഇറ്റ് വാസ് മെയിൻലി പോസിറ്റീവ് എന്നാക്കിയിട്ട് കൊടുക്കുക. പിന്നെ സ്ട്രോങ്ലി എഗ്രി, ലൈറ്റ്ലി എഗ്രി, സ്ട്രോങ്ലി എഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇതിൽ കൺട്രോൾ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെന്ന് ഉറപ്പായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ണൊടിച്ച് വായിച്ച് നോക്കാൻ അറിയില്ല. എല്ലാം കൂടി ഇങ്ങനെ മെയിനായിട്ട് ഇങ്ങനെ വായിച്ച് നോക്കണ്ട, ക്വാളിറ്റി ആണോ നോക്കിയിട്ട് വായിച്ചാൽ മതി. പിന്നെ നിങ്ങളുടെ ഇൻഡസ്ട്രി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ IT പ്രൊഫഷണലാണ് മെയിനായിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ ഞാൻ അധികം IT ഫീൽഡാണ് കൊടുക്കാറുള്ളത്. IT കണ്ടിട്ടില്ലെങ്കിൽ ടെക്നോളജി കൊടുക്കുക. പിന്നെ എത്ര എംപ്ലോയീസ് നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1000 അബോവ്, അതായത് 1000 മുതൽ 5000 വരെയുള്ളതാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർവേ കഴിഞ്ഞ് ഈ താഴെയുള്ള ബ്ലൂ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിൽ വൈറ്റ് ലൈനിന് ഫുള്ളാവണ വരെ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടു അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം ആ ബ്ലൂ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയത് 540 ആണ്, അതായത് 54 സെൻറ്റ്.